ഹലോ സ്റ്റുഡൻസ്, റിയൽ ടൈം ഷെഡ്യൂളിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. റിയൽ ടൈം ഷെഡ്യൂളിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് റിയൽ ടൈം സിസ്റ്റംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയൽ ടൈം സിസ്റ്റംസ് ഏതൊക്കെയാണ്, റിയൽ ടൈം ഷെഡ്യൂളിംഗ് എന്താണ്, റിയൽ ടൈം ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ റിയൽ ടൈം ഷെഡ്യൂളിങ്ങിനെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. സോ നമുക്ക് ആദ്യം ഇവിടെ പറയുന്നു, എ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഡിഫൈൻസ് ഹൗ ടാസ്ക് ആർ പ്രോസസ്ഡ് ബൈ ദ ഷെഡ്യൂളിംഗ് സിസ്റ്റംസ്. നമ്മൾ റിയൽ ടൈം ഷെഡ്യൂളിംഗ് പറഞ്ഞു. ഷെഡ്യൂളിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുക ഷെഡ്യൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്താ ചെയ്യുന്നത്? ഡിഫൈൻസ് ഹൗ ടാസ്ക് ആർ പ്രോസസ്ഡ് ബൈ ദ ഷെഡ്യൂളിംഗ് സിസ്റ്റം. നമ്മുടെ ഷെഡ്യൂളിംഗ് റിയൽ ടൈം ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ടാസ്ക് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. സോ എങ്ങനെയുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In general terms, in the algorithm for a real-time scheduling system, each task is assigned a description, deadline and an identifier indicating priority. നമ്മൾ റിയൽ ടൈം ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഓരോ ടാസ്കിനും 3 കാര്യങ്ങളാണ് മെയിനായിട്ടും ഉണ്ടാവുക. ഓരോ ടാസ്കിനും അതിലുള്ള ഓരോ ടാസ്കുകൾക്കും ആ ഒരു സിസ്റ്റത്തിലുള്ള ഓരോ ടാസ്കുകൾക്കും 3 കാര്യങ്ങളാണ് ഉണ്ടാവുക, അസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് വണ് ഡിസ്ക്രിപ്ഷനാണ്, ആ ഒരു ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. സെക്കൻഡ് വൺ അതിൻ്റെ ഡെഡ് ലൈനാണ്, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡെഡ് ലൈൻ, ഇത്ര മില്ലി സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, ആ ഒരു ഡെഡ് ലൈനാണ് സെക്കൻഡ് വൺ. അതേപോലെ തന്നെ ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാവും, ദാറ്റ് മീൻസ് അത് പ്രയോറിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ പ്രയോറിറ്റി എന്ന് കാണിക്കും. നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി എന്നുള്ളത് കാണിക്കാറില്ല. സോ ആ പ്രയോറിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാവും. സോ ഈ ഒരു റിയൽ ടൈം സിസ്റ്റത്തിൽ അല്ലെങ്കിൽ റിയൽ ടൈം ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിൽ ഓരോ ടാസ്കുകൾക്കും ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണിത്: ഡിസ്ക്രിപ്ഷൻ, ഡെഡ് ലൈൻ, അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിഫയർ, പ്രയോറിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ സെലക്റ്റഡ് scheduling algorithm determines how priorities are assigned to a particular task. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, നമ്മൾ കുറേ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് പഠിച്ചു. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അഥവാ ഈ ഒരു റിയൽ ടൈം സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് തീരുമാനിക്കുന്നത് ഓരോ പർട്ടിക്കുലർ ടാസ്കും. കുറേ ടാസ്കുകൾ ഉണ്ടാവുമല്ലോ. സോ ഓരോ പർട്ടിക്കുലർ ടാസ്കിൻ്റെ പ്രയോറിറ്റി എത്രയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. എ റിയൽ ടൈം ഷെഡ്യൂളിംഗ് അൽഗോരിതം ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. മെയിനായിട്ടും റിയൽ ടൈം ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: സ്റ്റാറ്റിക് അൽഗോരിതംസും അതുപോലെ തന്നെ ഡൈനാമിക് അൽഗോരിതംസ്. മെയിൻ ക്ലാസിഫിക്കേഷൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്നുള്ളതാണ്. ഫോർ എ സ്റ്റാറ്റിക് ഷെഡ്യൂളർ, ആ ഒരു സ്റ്റാറ്റിക് ഷെഡ്യൂളറിൻ്റെ കേസിലാണെങ്കിൽ, ഡൈനാമിക് ഷെഡ്യൂളറുണ്ട്, സ്റ്റാറ്റിക് ഷെഡ്യൂളറുണ്ട്. സ്റ്റാറ്റിക് ഷെഡ്യൂളറിൻ്റെ കേസിലാണെങ്കിൽ ടാസ്ക് പ്രയോറിറ്റീസ് ആർ ഡിറ്റർമൈൻഡ് ബിഫോർ ദ സിസ്റ്റം റൺസ് എന്നാണ് പറയുന്നത്. അഥവാ സ്റ്റാറ്റിക് ഷെഡ്യൂളർ ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രയോറിറ്റീസ്, നമുക്കറിയാം ഓരോ ടാസ്കുകളുണ്ട്. റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ കുറേ ടാസ്കുകളാണ്, ആ ടാസ്കുകളാണല്ലോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ടാസ്കുകൾക്കൊക്കെ ഓരോ പ്രയോറിറ്റി അസൈൻ ചെയ്യും എന്ന് പറഞ്ഞു. അസൈൻ ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ഈ ഒരു ഷെഡ്യൂളറാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് വെച്ചിട്ടാണ് നമ്മൾ അതിന് പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു തൊട്ട് മുമ്പത്തെ സെൻറ്റൻസ്. സോ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? സ്റ്റാറ്റിക് ഷെഡ്യൂളർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും? പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് സിസ്റ്റംസ് റൺ ചെയ്യുന്നതിന് മുമ്പായിരിക്കും. അഥവാ നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ ടാസ്കുകൾക്കും ഓരോ പ്രയോറിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഏതിൻ്റെ കേസിൽ? സ്റ്റാറ്റിക് ഷെഡ്യൂളറിൻ്റെ കേസിൽ. ഡൈനാമിക് ഷെഡ്യൂളർ ആണെങ്കിലോ ഡിറ്റർമൈൻസ് ടാസ്ക് പ്രയോറിറ്റീസ് ആസ് ഇറ്റ് റൺസ്. ഡൈനാമിക് ഷെഡ്യൂളർ ആകുമ്പോൾ ഡൈനാമിക് എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഇങ്ങനെ ഈ ഒരു പ്രയോറിറ്റീസ്, ടാസ്ക് പ്രയോറിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? റൺ ചെയ്ത് തുടങ്ങിയിട്ടാണ്, റൺ ചെയ്യുമ്പോഴാണ് ഡൈനാമിക് ഷെഡ്യൂളറിൽ. സ്റ്റാറ്റിക് ഷെഡ്യൂളറിലാണെങ്കിലോ ബിഫോർ ദ സിസ്റ്റം റൺ ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ഈ ഒരു ടാസ്ക് പ്രയോറിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, then tasks are accepted
by the hardware elements in a real-time scheduling system from the computing environment and processed in real time. എന്താ പറയുന്നത്, ഈ ടാസ്ക് അക്സെപ്റ്റ് അഥവാ ഒരു ഹാർഡ്വെയർ എലമെൻ്റ് ഉണ്ടാവുമല്ലോ, ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ്വെയർ എലമെൻ്റ് ഉണ്ടാവും. ഈ ടാസ്ക് ഈ ഒരു ഹാർഡ്വെയർ എലമെൻറ്റ്സ് എന്ത് ചെയ്യും, ഈ ഒരു ടാസ്കിനെ അക്സെപ്റ്റ് ചെയ്തിട്ട്, അഥവാ അതിൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻ്റ് ആണ് ആ ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടിംഗ് എലമെൻ്റ് ആയിട്ടുള്ള, റിയൽ ടൈം സിസ്റ്റത്തിൽ കമ്പ്യൂട്ടിംഗ് എലമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹാർഡ്വെയർ എലമെൻറ്റ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, റിയൽ ടൈം ആയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രയോറിറ്റി ബേസ്ഡ് ചെയ്തിട്ടാണ് ആ ടാസ്കിനെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഔട്ട്പുട്ട് സിഗ്നൽ ഇൻഡിക്കേറ്റ്, അങ്ങനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദ പ്രോസസ്സിംഗ് സ്റ്റാറ്റസ്. ഔട്ട്പുട്ട് സിഗ്നലായിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ഈ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ്, അത് കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ലേ എന്നുള്ളതാണ്. എന്താണ് അതിന് ആ ഒരു പ്രോസസ്സിംഗ് സ്റ്റാറ്റസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് എന്ത് ഔട്ട്പുട്ട് സിഗ്നൽ ഉള്ളത്. ഓക്കെ, എ ടാസ്ക് ഡെഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ ടൈം സെറ്റ് ടു കംപ്ലീറ്റ് ഫോർ ഈച്ച് ടാസ്ക്. അതേപോലെ തന്നെ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു അല്ലെ, 3 കാര്യങ്ങളുണ്ടാവും, അതിലൊന്ന് ഡെഡ് ലൈൻ ആയിരുന്നു. ആ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ടാസ്ക് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ടൈം സെറ്റ് ടു കംപ്ലീറ്റ് ഫോർ ഈച്ച് ടാസ്ക്. ഓരോ ടാസ്കിനും ഓരോ ഡെഡ് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ് എന്താ, അതിന് ആ ഒരു ഡെഡ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ടൈം സെറ്റാണ് അതിൽ പറയുന്നത്. ആ ടൈം സെറ്റിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, അതിനാണ് ഡെഡ് ലൈൻ എന്ന് കൊടുക്കുന്നത്. ഓരോ ടാസ്കിനും ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് ഉണ്ടാവും. സോ അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് പോസിബിൾ ടു മീറ്റ് ദ റിക്വയർഡ് ഡെഡ് ലൈൻസ്. എന്താണ്, എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, ആ ഒരു നമ്മൾ ടാസ്കിന് കൊടുത്തിട്ടുള്ള ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യണം എന്നില്ല. ദാറ്റ് മീൻസ് ആ ഒരു ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. ഹെൻസ് ഫർദർ വെരിഫിക്കേഷൻ ഓഫ് ദ ഷെഡ്യൂളിംഗ് അൽഗോരിതം മസ്റ്റ് ബി കണ്ടക്റ്റഡ്. ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് വെരിഫിക്കേഷൻ അവിടെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം തന്നെയാണോ വേണ്ടത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യും, ഒന്ന് വെരിഫിക്കേഷൻ അവിടെ നടത്തും. ഇങ്ങനെ ഇപ്പോൾ എന്താണ് എല്ലാ ടാസ്കുകളും എന്ത് ചെയ്യുന്നില്ല, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, 2 different models can be implemented using a dynamic scheduling algorithms. രണ്ട് ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ഡൈനാമിക് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ കേസിൽ വരുന്നത്. എ ടാസ്ക് ഡെഡ് ലൈൻ ക്യാൻ ബി അസൈൻ അക്കോർഡിംഗ് ടു ദ, ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എ ടാസ്ക് ഡെഡ് ലൈൻ ക്യാൻ ബി അസൈൻഡ് അക്കോർഡിംഗ് ടു ദ ടാസ്ക് പ്രയോറിറ്റി. എന്താണ് ടാസ്ക് ഡെഡ് ലൈൻ, നമ്മൾ പറഞ്ഞു ഓരോ ടാസ്കിനും ഓരോ ഡെഡ് ലൈൻസ് ഉണ്ടാകും. അത് അസൈൻ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ടാസ്ക് പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇയർലിസ്റ്റ് ഡെഡ് ലൈൻ ഉള്ളത് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ ഡെഡ് ലൈൻ ഉള്ളത് ആദ്യം എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. അപ്പോൾ ടാസ്ക് ഡെഡ് ലൈൻസ് നമ്മൾ അസൈൻ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ടാസ്ക് പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്. അങ്ങനത്തെ ആ രീതിയിൽ അസൈൻ ചെയ്യുന്ന ഒരു ഡൈനാമിക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ഉണ്ട്. അതേപോലെ തന്നെ ഒരു കംപ്ലീഷൻ ടൈം ഫോർ ഈച്ച് ടാസ്ക് ഈസ് അസൈൻഡ് ബൈ സബ്സ്ട്രാക്ടിങ് ദ പ്രോസസിംഗ് ടൈം ഫ്രം ദ ഡെഡ് ലൈൻസ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്, കംപ്ലീഷൻ ടൈമിനെ ബേസ് ചെയ്തിട്ട്. ദാറ്റ് മീൻസ് കംപ്ലീഷൻ ടൈം ഓഫ് ഈച്ച് ടാസ്ക് അതെങ്ങനെ അസൈൻ ചെയ്യുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുക. എങ്ങനെ, പ്രോസസിംഗ് ടൈമിൽ നിന്നും ഡെഡ് ലൈന് മൈനസ് ചെയ്താൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ എത്രയാണ് ആ ഒരു ലീസ്റ്റ്, അതിൻ്റെ ആ ഒരു എമൗണ്ട് ഓഫ് ടൈം നമുക്ക് കിട്ടും. അതാണ് രണ്ടാമത്തേത്. ഓക്കെ, the deadlines and the required task execution time must be understood in advance to ensure the effective use of processing elements execution times. Then ഇവിടെ നമുക്കറിയാം ഈ ഒരു റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ എന്താണ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡെഡ് ലൈൻസും അതേപോലെ തന്നെ ഓരോ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയവും നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്, ഇത് ഈ ഒരു എഫക്റ്റീവായിട്ട് ഈ ഒരു എക്സിക്യൂഷന് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു പ്രോസസ്സുകൾ അല്ലെങ്കിൽ ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, ഇങ്ങനെ ഓരോ ടാസ്കുകൾക്കും കൊടുത്തിട്ടുള്ള ഡെഡ് ലൈൻസും അതേപോലെ തന്നെ അതിന് കൊടുത്തിട്ടുള്ള എക്സിക്യൂഷൻ ടൈമും ഒക്കെ അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. സോ അത് നമ്മൾ സാധാരണ ഷെഡ്യൂളിംഗ് അൽഗോരിതംസിൽ പറയുന്ന അതേ സംഭവം തന്നെയാണ്. അവിടെ എന്തായിരുന്നു, ബേസ്റ്റ് ടൈം അല്ലെങ്കിൽ കംപ്ലീഷൻ ടൈം, ബേസ്റ്റ് ടൈം ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത് റിയൽ ടൈം ഷെഡ്യൂളിങ്ങിൻ്റെ കേസിലും.
ഇനി നമ്മൾ ഒരു അനദർ ക്ലാസിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത് ഷെഡ്യൂളിംഗ് അൽഗോരിതംസിൻ്റെ ബേസ്ഡ് ഓൺ ഷെഡ്യൂളബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ തന്നെ സ്റ്റാറ്റിക്കിൽ ഒന്ന് 2 വരുന്നതും ഡൈനാമിക്കിൻ്റെ അണ്ടറിൽ വരുന്ന 2 നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഉണ്ടോ എന്താണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഷെഡ്യൂളബിലിറ്റിനെയും ഇംപ്ലിമെൻറ്റേഷനെയും അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ടിനെയും അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഷെഡ്യൂളിംഗ് അൽഗോരിതംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. 4 ക്ലാസിഫൈ ചെയ്തത്. സ്റ്റാറ്റിക്കിൻ്റെ 2 അതേപോലെ തന്നെ ഡൈനാമിക്കിൻ്റെ 2. സോ ആദ്യം നമുക്ക് സ്റ്റാറ്റിക്കിൻ്റെ 2 നോക്കാം. സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ അപ്രോച്ചാണ് ഫസ്റ്റ് വൺ. സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ അപ്രോച്ച് എന്ന് പറയുന്നത് ദീസ് അൽഗോരിതംസ് ഇങ്ങനെയുള്ള അൽഗോരിതംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ യൂഷ്വലി പെർഫോം എ സ്റ്റാറ്റിക് അനാലിസിസ് അസോസിയേറ്റഡ് വിത്ത് ഷെഡ്യൂളിംഗ് ആൻഡ് ക്യാപ്ചർ ദ ഷെഡ്യൂൾസ് ദാറ്റ് ആർ അഡ്വാൻറ്റേജസ്. നമ്മളെന്താണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് അനാലിസിസ് ആണ് ഷെഡ്യൂളിങ്ങിനെ കുറിച്ചിട്ട് സ്റ്റാറ്റിക് അനാലിസിസ് ആണ് അസോസിയേറ്റ് ആയിട്ട് നമ്മൾ നടത്തുന്നത്. എന്ത് ചെയ്യുന്നു ഒരു ഷെഡ്യൂൾസ് ക്യാപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അഡ്വാൻസ്ഡ് ആയിട്ട് അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെയാണ് കൊടുക്കുക. ഈ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. ദിസ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് എ ഷെഡ്യൂൾ ദാറ്റ് ക്യാൻ പോയിന്റ് ഔട്ട് എ ടാസ്ക് വിച്ച് ദ എക്സിക്യൂഷൻ മസ്റ്റ് ബി സ്റ്റാർട്ടഡ് എറ്റ് റൺ ടൈം. അഥവാ നമ്മൾ ഈ സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ അപ്രോച്ചിൽ നമ്മൾ ആദ്യം തന്നെ അഥവാ എക്സിക്യൂഷൻ അല്ലെങ്കിൽ റണ്ണ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഏത് ഷെഡ്യൂളിങ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു ടാസ്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ടാസ്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ടാസ്ക് തന്നെ ഏത് ഷെഡ്യൂളിംഗ് വെച്ച് എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം അല്ലെങ്കിൽ ആ ഷെഡ്യൂളിങ് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് എന്താണ് റൺ ടൈമിൻ്റെ മുമ്പാണ്. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് എന്ത് ചെയ്യുന്നു തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഷെഡ്യൂളിങ് ഏതാണ് എന്നുള്ളത്. രണ്ടാമത്തത് സ്റ്റാറ്റിക് പ്രയോറിറ്റി ഡ്രിവൺ പ്രിമിറ്റീവ് അപ്രോച്ചാണ്. സിമിലർ ടു ദ ഫസ്റ്റ് അപ്രോച്ച് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ അപ്രോച്ചിന് സിമിലർ ആണ്. ദീസ് ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ആൾസോ യൂസസ് സ്റ്റാറ്റിക് അനാലിസിസ് ഓഫ് ഷെഡ്യൂളിംഗ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് അനാലിസിസ് ഓഫ് ഷെഡ്യൂളിംഗ് ആണ്. ഷെഡ്യൂളിങ്ങിനെ സ്റ്റാറ്റിക് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സെലക്ടിങ് എ പർട്ടിക്കുലർ ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റാറ്റിക് ടേബിൾ ഡ്രിവൺ അപ്രോച്ചിൽ ഒരു പർട്ടിക്കുലർ ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷെഡ്യൂളിംഗ് അൽഗോരിതം ചൂസ് ചെയ്യായിരുന്നു. ഇത് ഒരു ടാസ്ക് ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് എ യൂസ്ഫുൾ വേ ഓഫ് അസൈനിങ് പ്രയോറിറ്റി എമംഗ് വേരിയസ് ടാസ്ക് ഇൻ പ്രിമിറ്റീവ് ഷെഡ്യൂളിംഗ്. ഈ രണ്ടാമത്തെ അപ്രോച്ച് അഥവാ സ്റ്റാറ്റിക് പ്രയോറിറ്റി ഡ്രിവൺ പ്രിമിറ്റീവ് അപ്രോച്ചിൽ ഈ നമ്മൾ ഒരു പർട്ടിക്കുലർ ഷെഡ്യൂൾ സെലക്ട് ചെയ്യുന്നതോടൊപ്പം അഥവാ ഫസ്റ്റിൽ എന്ത് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഷെഡ്യൂൾ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത പോയിന്റ്. അതിനോടൊപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രയോറിറ്റിയും കൂടി ഓരോ വേരിയസ് ടാസ്കുകൾക്ക് ഒരു പ്രയോറിറ്റി കൂടിയും അസൈൻ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഏതിൽ സ്റ്റാറ്റിക് പ്രയോറിറ്റി ഡ്രിവൺ പ്രിമിറ്റീവ് അപ്രോച്ച് പോലുള്ള അൽഗോരിതംസിൽ. ഓക്കെ, സോ ആ 2 പോയിന്റ്സ് കൊടുത്തേക്കുക. ഫസ്റ്റിൽ എന്ത് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ഷെഡ്യൂൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തേൽ വരുന്നത്. രണ്ടാമത്തെ അത് സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പ്രയോറിറ്റിയും കൂടി ഈ വേരിയസ് ടാസ്കുകൾക്ക് ഒരു പ്രയോറിറ്റിയും കൂടി അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തേലുള്ള പോയിന്റ്. ദെൻ നാലാമത്തതും ഡൈനാമിക് നമ്മൾ പറഞ്ഞു ഡൈനാമിക് ഷെഡ്യൂളിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ഷെഡ്യൂളിംഗ് അൽഗോരിതംസിൽ വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. ഡൈനാമിക് പ്ലാനിംഗ് ബേസ്ഡ് അപ്രോച്ച് ആണ്. ഹിയർ ദ ഫീസിബിൾ ഷെഡ്യൂൾസ് ആർ ഐഡൻറ്റിഫൈഡ് ഡൈനാമിക്കലി അറ്റ് റൺ ടൈം. ദാറ്റ് മീൻസ് ഈ ഒരു ഏത് ഷെഡ്യൂളാണ് എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആയിട്ടല്ല ചൂസ് ചെയ്യുന്നത്, പകരം ഡൈനാമിക് ആയിട്ടാണ്, ഡൈനാമിക്കലി ആണ് ചൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റൺ ടൈമിലാണ്. അഥവാ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏത് ആണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. അല്ലാതെ തുടങ്ങുന്നതിന് മുമ്പല്ല, തുടങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക റൺ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഷെഡ്യൂൾ ഏതാണെന്ന് ഫീസിബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതാണ് ഡൈനാമിക് പ്ലാനിംഗ് ബേസ്ഡ് അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇറ്റ് ക്യാരീസ് എ സെർട്ടൻ ഫിക്സ്ഡ് ടൈം ഇൻ്റർവൽ ആൻഡ് എ പ്രോസസ് ഈസ് എക്സിക്യൂട്ടഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സാറ്റിസ്ഫൈ ദ ടൈം കൺസ്ട്രെയിൻസ്. എന്താ പറയുന്നത്, ഇത് ഈ ഡൈനാമിക്കലി പ്ലാനിംഗ് ബേസ്ഡ് അപ്രോച്ച് ആണെങ്കിൽ അതിലെന്തുണ്ടാവും ഒരു ഫിക്സ്ഡ് ടൈം ഇൻ്റർവൽ ഉണ്ടാവും. ഇത് ഈ ഓരോ പ്രോസസ്സുകൾക്കും അല്ലെങ്കിൽ ഓരോ ടാസ്കുകൾക്കും ക്യാരി ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫിക്സ്ഡ് ടൈം ഇൻ്റർവെൽസ് ഉണ്ടാവും. അതാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ
എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അതാണ് ആ ഒരു ടൈം ഇൻ്റർവെലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിനുള്ള ഷെഡ്യൂളിങ് വരുന്നുണ്ടാവുക. ഇത് ഡൈനാമിക് പ്ലാനിങ് ബേസ്ഡ് അപ്രോച്ചിൽ ഡൈനാമിക് ബെസ്റ്റ് എഫേർട്ട് അപ്രോച്ചാണ് ലാസ്റ്റ് വൺ. അതിൽ ദീസ് ടൈപ്പ് ഓഫ് അപ്രോച്ച് കൺസിഡർ ഡെഡ് ലൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഫീസിബിൾ ഷെഡ്യൂൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫീസിബിൾ ഷെഡ്യൂളുകളായിരുന്നു. അപ്പം അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, ഡെഡ് ലൈൻസ് ആണ് കൊടുക്കുന്നത്. ഓരോ ടാസ്കുകൾക്കും ഓരോ ഡെഡ് ലൈൻസ് കൊടുക്കും. ദെയർഫോർ ദ ടാസ്ക് ഈസ് അബോർട്ടഡ് ഇഫ് ഇറ്റ്സ് ഡെഡ് ലൈൻ ഈസ് റീച്ച്ഡ്. ബട്ട് ഫീസിബിൾ ഷെഡ്യൂളുകൾക്ക് പകരം നമ്മൾ ഡെഡ് ലൈൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഡൈനാമിക് ബെസ്റ്റ് എഫേർട്ട് അപ്രോച്ചിൽ ആ ഒരു ഡെഡ് ലൈൻ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്ക് എന്ത് ചെയ്യും, അബോർട്ട് ചെയ്ത് പോകും. ദാറ്റ് മീൻസ് അത് ആ ടാസ്ക് ക്വിറ്റ് ചെയ്ത് പോകും, അബോർട്ട് ചെയ്ത് പോകും. പിന്നെ അതെന്ത് ചെയ്യില്ല, എക്സിക്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കില്ല. പകരം എന്ത് അത് ടാസ്ക് കഴിഞ്ഞല്ലോ, ആ ഡെഡ് ലൈൻ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, പിന്നെയും അത് കംപ്ലീറ്റ് ആവുന്നത് വരെ അതിന് കൊടുക്കില്ല. പകരം എന്ത് ചെയ്യുന്നു, ആ ടാസ്ക് അബോർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദിസ് അപ്രോച്ച് ഈസ് യൂസ്ഡ് വൈഡ്ലി ഇൻ മോസ്റ്റ് ഓഫ് ദ റിയൽ ടൈം സിസ്റ്റംസ്. ഈ ഒരു ഡൈനാമിക് ബെസ്റ്റ് എഫേർട്ട് അപ്രോച്ചാണ് മോസ്റ്റ് ഓഫ് ദ റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേസിലും ഉപയോഗിക്കുന്നത്. എന്തായിട്ട്, ഷെഡ്യൂൾസ് അൽഗോരിതംസിൻ്റെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിയൽ ടൈം ഷെഡ്യൂളിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.